പരിശുദ്ധ റമദാൻ കഴിഞ്ഞാൽ ഏപ്രിൽ മെയ് മാസമാണ്, വെക്കേഷനാണ്. ധാരാളം കല്യാണങ്ങൾ ഫിക്സ് ചെയ്തിട്ടുണ്ടാകും. കല്യാണ സദ്യകൾ നടക്കുന്ന പൊടി പൊടിക്കുന്ന സമയമാണ്. വളരെ നേരത്തെ തന്നെ ശ്രദ്ധിക്കാൻ ഒരു കാര്യം പറയാം. നിങ്ങളുടെ മക്കളുടെ ഭാവി ജീവിതത്തിൽ സന്തോഷമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ കല്യാണത്തിൽ അള്ളാഹുവിനെ മറക്കുന്നത് ഒഴിവാക്കാൻ ശ്രമിക്കും. നിങ്ങളുടെ കുടുംബത്തിലെ പലരും വന്ന് പല തിന്മകൾക്കും പ്രേരിപ്പിക്കും. ഒരു നിലക്കും അതിന് ചെവി കൊടുക്കണ്ട. നൂറുകണക്കിന് കല്യാണം നടന്നിട്ടുണ്ട്. കല്യാണ ശേഷം ഈ ദമ്പതിമാർ ഹാപ്പിയാണോ എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എന്റെ വാക്ക് കേൾക്കുന്ന ഒരുപാട് ദമ്പതിമാർ ഒന്ന് ആലോചിച്ചു നോക്ക്. ഞാൻ ആഗ്രഹിച്ച ജീവിതമേ അല്ലല്ലോ എനിക്ക് കിട്ടിയത് എന്ന് ആണുങ്ങൾക്കും പെണ്ണുങ്ങൾക്കും തോന്നിയിട്ടില്ലേ? ജീവിതത്തിൽ ഒരു ബറക്കത്തില്ലായ്മ പലപ്പോഴും നിങ്ങൾക്ക് ഫീൽ ചെയ്തിട്ടില്ലേ? കുടുംബജീവിതത്തിന്റെ മധുരം നുണയാൻ, ഒന്നിച്ച് നിൽക്കാനുള്ള അവസരം പലപ്പോഴായിട്ട് നിങ്ങൾക്ക് നഷ്ടപ്പെടേണ്ടി വന്നിട്ടില്ലേ? നിങ്ങളുടെ കല്യാണ ദിവസത്തെ നിങ്ങളുടെ അസുർ, നിങ്ങളുടെ കല്യാണ ദിവസത്തെ ലുഹർ നിങ്ങൾ അള്ളാഹ്ക്ക് വേണ്ടി കൊടുത്തിട്ടുണ്ടോ? കല്യാണം എന്ന് പറഞ്ഞാൽ അത് അള്ളാഹു ചെയ്തു തരുന്നൊരു വലിയ നിഅമത്താണ്. അവിടെ അള്ളാഹുവിനെ മറന്നവരൊന്നും പിന്നീട് കുടുംബജീവിതത്തിൽ വല്ലാതെ സമാധാനിച്ചിട്ടില്ല.